ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. ഹൈദരാബാദിലെ വളരെയേറെ ഫേമസ് ആയ ഒരു സ്വീറ്റാണ് നമ്മുടെ ഡബിൾ കാ മീഠ. ബ്രെഡും കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഡബിൾ കാ മീഠ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല. നിങ്ങൾ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡബിൾ കാ മീഠ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ മിൽക്ക് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു 7 to 8 നമ്പേഴ്സ് ഓഫ് ബ്രെഡ് സ്ലൈസസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 പീസസ് ആയിട്ടോ അല്ലെങ്കിൽ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് എല്ലാം ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം കേട്ടോ. പാനിലോട്ട് നമുക്ക് ഒരു 1/2 ലിറ്റർ പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. പശുവും പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ യൂസ് ചെയ്യാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാഫ്രോൺസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാല് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്ത് ആണ് നമ്മുടെ ഈ ഒരു മാവ്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒരു സ്മാഷ് ചെയ്ത് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഇല്ലെങ്കിൽ പാല് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്താൽ മതി നമ്മൾ തിളപ്പിക്കുമ്പോൾ ആ ഒരു സമയത്ത് കേട്ടോ. പാല് കുറച്ച് കൂടുതലെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. സാഫ്രോൺ ആഡ് ചെയ്തതിന് ശേഷം ആ പാല് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ ഹൈദരാബാദിൽ സ്റ്റൈലിലാണെങ്കിൽ അവർ നെയ്യിലാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്യുന്നത്. നമ്മളിപ്പം ഓയിൽ ഒരു 4 to 5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസസോ അല്ലെങ്കിൽ ഈ 2 ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു ഷെയ്ഡിൽ വേണം നമുക്ക് ബ്രെഡ് സ്ലൈസസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നന്നായിട്ട് ഇത് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലെല്ലാം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ സെയിം രീതിയിൽ നെയ്യും കൂടെ ചേർത്ത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം അതേ സെയിം രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് നമ്മുടെ ഫ്രൈ ആയിട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം കേട്ടോ. ബൗളിലോട്ട് ഈ ഒരു ബ്രെഡ് സ്ലൈസസ്, അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ്സ് എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മാവായും എല്ലാം കൂടെ ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാല് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിൽ ഈ പാലിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവർ അധികം താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് അധികം ചേർത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബാദാമും കാഷ്നട്ടും പിസ്ത ഏത് നട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം ചേർത്ത്, കിസ്മിസ് വേണമെങ്കിൽ കിസ്മിസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതേ പാനിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം അധികം താല്പര്യം ഉണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 1 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ഫ്രൈസ് പാലിൽ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാര ലൈനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 to 4 മിനിറ്റ് ഇതേ രീതിയിൽ, ഏകദേശം ഒരു 5 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ലൈനി എല്ലാം ബ്രെഡിലോട്ട് നന്നായിട്ടൊന്ന് വലിഞ്ഞ് വന്നതിന് ശേഷം നല്ലൊരു ഡ്രൈ കൺസിസ്റ്റൻസി ആവുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഏകദേശം ഈ ഒരു പരുവം, അതായത് പഞ്ചസാര ലൈനി എല്ലാം ഏകദേശം ഒന്ന് വലിഞ്ഞ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സും ബാദാമും നമ്മുടെ നട്ട്സ് എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് ആ ഒരു ഓയിലും നെയ്യെല്ലാം റിലീസ് ആവുന്ന, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടൊന്ന് റിലീസായി വരും. ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കായ, 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഹൈദരാബാദിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡബിൾ കാ മീഠയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.